അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. പുല്ലേർക്കാട് മോഹനനാണ് മരിച്ചത്. അതിരപ്പള്ളി വൈശ്ശേരിയിലാണ് ഈ സംഭവം നടന്നത്. പുലർച്ചെ വീട്ടുപറമ്പിൽ ആനയെത്തി കൃഷി നശിപ്പിക്കുന്നതിനിടെ ആനയെ ഓടിക്കാൻ പോയപ്പോഴായിരുന്നു ആക്രമണം. അതിരപ്പള്ളിയിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. പ്രതിഷേധക്കാർ ചാലക്കുടി ആനമല ദേശീയപാത ഏറെ നേരം ഉപരോധിക്കുകയുണ്ടായി. തുടർന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ MLA സനീഷ് കുമാറുമായി ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് സമരം അവസാനിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എങ്ങനെയായിരുന്നു ഈ ദാരുണ സംഭവം? നാട്ടുകാരുടെ പ്രതിഷേധം എന്തായിരുന്നു? എങ്ങനെയാണ് സമരം അവസാനിപ്പിച്ചത്? മഞ്ജുഷി, കഴിഞ്ഞ പുലർച്ചെ 2:30 മണിയോട് കൂടിയാണ് ഈ പറയുന്ന അപകടമുണ്ടായത്. മോഹൻ എന്ന് പറയുന്ന കർഷകൻ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരുന്ന ആനയെ അദ്ദേഹം തന്നെയായിരുന്നു എപ്പോഴും തുരത്തി ഓടിച്ചിരുന്നത്. അവിടുത്തെ ഫെൻസിങ് തകരാറിലായിരുന്നു. അതായത് സോളാർ വൈദ്യുത ഫെൻസിങ് ഉണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ. പക്ഷേ അത് തകരാറായിട്ട് കാലങ്ങൾ ഏറെയായി. അതേസമയം തന്നെ ഈ ആന ഇറങ്ങുമ്പോൾ അതിനെ തുരത്തി ഓടിക്കുന്നതും ഇദ്ദേഹം തന്നെയായിരുന്നു. അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ കർഷകർക്കും അദ്ദേഹം സഹായം ചെയ്തു പോന്നിരുന്നതുമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അയൽവാസികൾ ആന കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിലവിളിച്ചത്. അത് കേട്ടുകൊണ്ട് ആന എവിടെയെന്ന് അന്വേഷിച്ചിറങ്ങിയതായിരുന്നു മോഹനൻ. അങ്ങനെയാണ് ആന ഈ ഇരുളിൽ തന്നെയാണ് മോഹന് ആനയെ കണ്ടെത്താനായില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് തന്നെ മോഹനന്റെ നേരെ ആന ചീറിപ്പാഞ്ഞു വരികയും ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നു. ചാലക്കുടിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ 2 ദിവസം മുൻപേ മോഹനന്റെ കൃഷിയിടത്തിലെ കൃഷികളും ഇങ്ങനെ കാട്ടാനകൾ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ചാലക്കുടി ആനമല അന്തർ സംസ്ഥാന പാതയിൽ ഉപരോധം ഏർപ്പെടുത്തിയതും. ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കുകയാണ്. എന്തായാലും ഈ ഉപരോധം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇടപെട്ടതിനെ തുടർന്ന് നിർത്തിവച്ചിരിക്കുകയാണ്. അതായത് തിങ്കളാഴ്ച വനമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേരും. അതിരപ്പള്ളിയിൽ യോഗം ചേരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. വനംവകുപ്പ് വേണ്ട നടപടികൾ ഇക്കാര്യത്തിൽ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഞ്ജുഷ്, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രാഥമിക ഉത്തരവാദിത്വം വനം വകുപ്പിന് തന്നെയാണെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. ഒരാഴ്ചക്കിടെ 3 മരണമാണ് സംഭവിച്ചത്. മന്ത്രിയുടെ കയ്യിൽ ഒറ്റമൂലിയില്ല. ഫെൻസിംഗ് മറികടന്നാണ് അതിരപ്പള്ളിയിൽ കാട്ടാന എത്തിയതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. ഒരാഴ്ചക്കിടയിൽ ഇത് 3ാമത്തെ മരണമാണ് സംഭവിച്ചത്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടക്കം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഒരു സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. സ്വാഭാവികമായി വന്യമൃഗങ്ങളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രഥമ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഇതിനൊരു ലോങ് ടേം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വെളുപ്പിൽ സംഭവിച്ച മരണത്തിൽ അവിടെ ഫെൻസിങ് ഉള്ളതാണ്. അതാണ് എനിക്ക് കിട്ടിയേക്കുന്ന പ്രാഥമിക റിപ്പോർട്ട്. ആ ഫെൻസിങ് മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. രാത്രി 1:30 മണിക്ക് തന്നെ അലേർട്ടും കൊടുത്തായിരുന്നു. ആനയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി അലേർട്ട് കൊടുത്തു. പക്ഷേ മനുഷ്യരെന്താ ചെയ്യും? കഥ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് മുമ്പിൽ വീട്ടുമുറ്റത്ത് ആന നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവിലെ ചാലക്കുടിയിൽ വെച്ച് ചാലക്കുടി പ്രദേശത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ആവശ്യമായ യോഗം നടക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, ഒരാളുടെ കയ്യിലും ഇല്ല. ഇത് ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ്. ഇതിന് പരിഹാരം കാണുക എന്നുള്ളത്. പരിഹാരം ഉണ്ടാകും, പക്ഷെ അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമുണ്ട് എന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പൊറുതിമുട്ട് ജനങ്ങൾ വയലൻ്റായി പ്രതികരിക്കുന്നുണ്ട്, എനിക്കറിയാം.
പക്ഷേ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ് തരണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.